വളരെ ക്രൂരിയായിട്ടുള്ള ഒരു കുട്ടി ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ്. ആദ്യം കുറച്ച് സാധനമായിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു പുറത്തുള്ള ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ? അടിച്ചില്ലെന്നേ ഉള്ളൂ. അത് എല്ലാരും വഴക്ക് പറയായിരുന്നു. ചേച്ചിയല്ലേ, ക്യാരക്ടർ വൈസ് സ്റ്റോറി വൈസ് ചേച്ചിയല്ലേ, അറിയത്തില്ലല്ലോ എനിക്കത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയാണ് അത് നോക്കിയും കണ്ട് അവര് വിചാരിക്കുന്ന വെച്ചാൽ ഒറിജിനലി അങ്ങ് ദേഷ്യം കാണിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഏജ്ഡ് ആയിട്ടുള്ള കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വഴക്ക് വന്നിട്ടുണ്ട്, അടിക്കാൻ വന്നിട്ടുണ്ട്. കണ്ടറിയില്ല മാരീഡാണ്. താങ്ക് യു സോ മച്ച്. മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു ഇന്റർവ്യൂസ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം? വന്നിട്ടുണ്ടായിരുന്നു. മാരീഡ് ആയിരുന്നോ എന്ന് അറിയത്തില്ലായിരുന്നു. വളരെ കുറച്ചു പേർക്ക്, അതായത് ഈ സീരിയലിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ മാരീഡ് ആണെന്നുള്ളത്. എന്താ ലവ് മാരേജ്? ലവ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡിന്റെ പേര് പാർത്ഥിവ് എന്ന. പാർത്ഥിവ് ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പൊ ലവ് മാരേജ്. എന്താ ലവ് സ്റ്റോറി? ലവ് സ്റ്റോറി ഒന്നുമില്ല. 8ാം ക്ലാസ് മുതൽ റിലേഷനിലായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഓവർകം ചെയ്തു, കല്യാണം കഴിഞ്ഞു. ഞാൻ കേട്ടിരുന്നു ഒരു മുസ്ലിം ഫാമിലി എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മോശമായിട്ടുള്ള കമന്റ്സ്, ഒരുപാട് ലൂസ് ടോക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മ വാപ്പ എന്നെ ഇതിൽ എത്തിച്ചത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ ഫാമിലിക്കും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അത് എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ട്. ഈ ഒരു ആക്ടിങ് ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ലൂസ് ടോക്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ. എന്തിനാ വിടുന്ന, അഭിനയിക്കാൻ പോകണ്ട, അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അത് ഫാമിലി പരമായിട്ടും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉമ്മ അവരുടെയൊക്കെ ഫാമിലി ആയിട്ടുള്ളത്. മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് അവരിച്ചിരി ഓർത്തഡോക്സ് ഫാമിലി ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മഴത്തോട് മുൻപേലി ബബിതയാണ്. നമുക്കറിയാം എല്ലാവർക്കും വളരെ ക്രൂരിയായിട്ടുള്ള ഒരു കുട്ടി ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ബബിത. ഷഹനാസ്, ഹായ്, വെൽക്കം. ഇപ്പോൾ എല്ലാവരും ബബിത എന്നാണ് വിളിക്കുക, ഷഹനാസ് എന്നാണ് വിളിക്കുക? ബബിത. ഈ ക്യാരക്ടർ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ക്യാരക്ടറിൻ്റെ പേരിലാണ്, പ്രത്യേകിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ നിങ്ങൾ ചെയ്യുന്ന ക്യാരക്ടർ അവരുടെ മനസ്സിലങ്ങ് കയറിപ്പോവും. അപ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ ഈ റിയൽ നെയിം വിളിക്കാണ്ട് ക്യാരക്ടർ നെയിം വിളിക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യാറ്? പ്രൗഡാണ്. ആ ഒരു ക്യാരക്ടർ അത്രയും അവരുടെ മനസ്സിലുണ്ടല്ലോ എന്നുള്ളതാണ്. എവിടെ പോയാലും അങ്ങനെ തന്നെയാണ്. പുറത്തോട്ട് ഇറങ്ങിയാലും ഇപ്പൊ വീട്ടിൽ, ഇൻ കേസ് എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഒരു ബബിത എവിടെ പോയി, ബബിത വന്നോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുന്നേ സീരിയൽസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആളുകളിലേക്ക് കൂടുതൽ എത്തിയത് ഈ ഒരു സീരിയലിലെ ക്യാരക്ടർ മഴത്തോട് മുംബൈയിലൂടെയാണ് തിരിച്ചറിയാൻ തുടങ്ങിയത് എല്ലാവരും. എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിങ്? ഇതിൽ എന്നെ വിളിക്കുന്നതാ നോർമലി. ഞാൻ അപൂർവരാഗം കഴിഞ്ഞിട്ട് കേരളത്തിൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്ക് മഴത്തോട് മുംബൈയിൽ നിന്ന് ഒരു കോൾ വരുന്നതാ. ഓൾറെഡി ഇതിലൊരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ മാറ്റിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പ്രമോ വന്നു. പ്രമോ എടുക്കുന്ന സമയത്ത് ഓക്കെ ആയി. പിന്നെ അങ്ങോട്ട് ഡയറക്റ്റ് ഷൂട്ട് തുടങ്ങി അങ്ങനെ പോവുമായിരുന്നു. ക്യാരക്ടറിനെ പറ്റി അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ക്യാരക്ടർ എന്താണെന്നും എത്ര ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലായത്. ഈ വില്ലത്തി പൊതുവേ നമ്മൾ സീരിയൽസിൽ ആ മെയിൻ ഹീറോയിൻ ക്യാരക്ടേഴ്സ് ഭയങ്കര പാവാണ്. അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആര് വന്നാലും നമ്മൾ മിനി സ്ക്രീൻ പ്രേക്ഷകർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പൊ ഭയങ്കര ഒരു ആദ്യം കുറച്ച് സാധനമായിരുന്നല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു പുറത്തുള്ള ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് ഒക്കെ? അടിച്ചില്ലെന്നേ ഉള്ളൂ. അത് എല്ലാരും വഴക്ക് പറയായിരുന്നു. ചേച്ചിയല്ലേ, ക്യാരക്ടർ വൈസ് സ്റ്റോറി വൈസ് ചേച്ചിയല്ലേ, അറിയത്തില്ലല്ലോ എനിക്കത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയാണ് അത് നോക്കിയും കണ്ട് അവര് വിചാരിക്കുന്ന വെച്ചാൽ ഒറിജിനലി അങ്ങ് ദേഷ്യം കാണിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഏജ്ഡ് ആയിട്ടുള്ള കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് വഴക്ക് വന്നിട്ടുണ്ട്, അടിക്കാൻ വന്നിട്ടുണ്ട്. അത് എൻ്റെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ തന്നെ നിനക്ക് നോക്കി 2 അടിയുടെ കുറവുണ്ട്, നീ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഹാപ്പി. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനു മുന്നേയും ഭയങ്കര വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആക്ട്രസസിനെ പുറത്തിറങ്ങുന്ന ബീച്ചിലൊക്കെ പോയപ്പോ അവർക്ക് അമ്മമാരൊക്കെ വന്ന് തല്ലാൻ വന്നത്, അങ്ങനെ കുറെ എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വൈഷ്ണവി ചേച്ചി ഇന്റർവ്യൂയുടെ സമയത്ത് പറഞ്ഞായിരുന്നു എന്തിനാ ആ കുട്ടീനോട് ഇത്ര ദേഷ്യം, എന്തിനായിരുന്നു ഇത്ര ദേഷ്യം. പക്ഷെ ബബിതയുടെ ക്യാരക്ടർ ഇപ്പോ പോസിറ്റീവായി. അപ്പൊ എന്താ ആളുകൾ ഇപ്പൊ പറയുന്നത്? ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കമന്റ്സിലൂടെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സീൻസ് കൊള്ളായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ പോണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു കുറെ.
കൂടുതൽ ഇഷ്ടം ഈ ഒരു വില്ലത്തി ക്യാരക്ടേഴ്സ് ആണോ? എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അത് കുറെ കൂടെ പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അത്രയും നല്ലത്. നെഗറ്റീവിൽ തന്നെ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഈ കരച്ചില് അങ്ങനത്തെ ഉള്ളൂ. എനിക്ക് അതിലോട്ട് വലിയ താല്പര്യമില്ല. നെഗറ്റീവ് ആകുമ്പോൾ കുറെ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെയാണോന്ന്? ഇല്ല, ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിൽ കുറച്ചും കൂടെ ഞാൻ ചബ്ബി ആണെന്ന് പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ. നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അത്ര ഇല്ല എന്ന് പറയാറുണ്ട്. കൂടുതലും കമന്റ്സ് ഇട്ടിരിക്കുന്നത് കണ്ണിനെ കുറിച്ചാണല്ലേ? കണ്ണിനെ കുറിച്ച് ഞാനും വന്നപ്പോൾ ചോദിച്ചായിരുന്നു ഇത് ലെൻസ് ആണോന്ന്, പക്ഷെ റിയലൈസാ. ഞാൻ രാഹുൽ പറയുന്നുണ്ടായിരുന്നു ചില സമയത്ത് ഷഹനാസിന്റെ കണ്ണ് കാണാൻ പുലിയുടെ കണ്ണു പോലെയാന്ന്. എന്ത് കണ്ണിന്റെ രഹസ്യം? പാരമ്പര്യമായിട്ട് കിട്ടിയതാ. വാപ്പാക്കുണ്ട് കണ്ണ് അങ്ങനെ. പക്ഷെ ഇത് എല്ലാം ഇവിടെ വന്ന സമയത്ത് ഇവിടെ സെറ്റിലും എല്ലാവരും വിചാരിച്ചു ഞാൻ ലെൻസ് ഇട്ടിട്ടാ വന്നേന്നുള്ളത്. പക്ഷെ അറിയത്തില്ലായിരുന്നു അവർക്കും ലെൻസ് അല്ലായിരുന്നു എന്നുള്ളത്. വന്നിട്ട് അവര് പറയണ്ടായിരുന്നു സീരിയൽ തുടങ്ങിയതിനു ശേഷം ഇടയ്ക്കിടയ്ക്ക് കണ്ണിന്റെ കളർ മാറി ചേഞ്ച് ആയിക്കോട്ടെ. അത് ചേഞ്ച് ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി അത് ചേഞ്ച് ആവുക. അറിയത്തില്ല അത് എന്താണെന്നുള്ളത്. ശരിക്കും എന്താ അങ്ങനെ? എനിക്കറിയാൻ മേല. അപ്പൊ ഇതിനു മുന്നേ എന്ത് കളറായിരുന്നു? കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് ആയിരുന്നു. ഹെയ്സലാണ് കളറ്. പക്ഷെ ഇത് ലൈറ്റ് ആവും, ചില സമയത്ത് ഡാർക്ക് ആവും, അങ്ങനെയാ. സത്യത്തിൽ ആരാ? ഞങ്ങൾക്ക് പേടിയുണ്ടെന്നൊക്കെ. എങ്ങനെയുണ്ട് സെറ്റില്? നമ്മളിപ്പോ മറ്റേ അവരുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് കമന്റ് ബോക്സ് മൊത്തം നിങ്ങളൊക്കെ തന്നെയായിരുന്നു. അവരെ കൊണ്ടുപോകാ ഇവരെ കൊണ്ടുപോകാൻ ഓരോ ടാസ്ക് കൊടുത്തപ്പോഴൊക്കെ നിങ്ങളായിരുന്നു. അപ്പൊ ഐ തിങ്ക് വ്യൂവേഴ്സിന് ഹാപ്പി ആയിക്കാണ്. ഞങ്ങൾ ഉടനെ തന്നെ ഇവരെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് സെറ്റിലെ വിശേഷങ്ങൾ? അടിപൊളിയാണ്. എല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അടിച്ചു പൊളിച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ രാഹുലേട്ടൻ, വൈഷ്ണവി ചേച്ചി ഇവരൊക്കെ കുറച്ചും കൂടെ വൈബാണ്. നമ്മൾ ഈ സീരിയലിൽ കാണുന്ന പോലെ അല്ല ക്യാരക്ടേഴ്സ് ഒന്നും. ഭയങ്കര ചില്ലായിട്ട് നിൽക്കുന്നവരാ. കോമഡി, അടി പിടി, അങ്ങനെ ഒരു ഫാമിലി, ഒരു വീട്ടിൽ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള ആളുകളോ വീട്ടിലുള്ള എനിക്കൊന്നും കുറച്ചും കൂടി പ്രായമുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് മോൾ അടുത്ത എപ്പിസോഡിലെ കഥ എന്താണ്? ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സ്കേപ്പ് ആവും. കാരണം കഥ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഇവിടെ ഇടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാറില്ല. ഞാൻ ഇപ്പൊ അധികം ഇന്റർവ്യൂസ് അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ റീസെന്റ് വന്ന 1-2 ക്ലിപ്സിൽ അടിയിൽ കുറെ കമന്റ്സ് ഉണ്ട്. ഈ കുട്ടി മാരീഡ് ആയിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഫാൻസിന്റെ കുറെ കമന്റ്സ് കണ്ടു. ശരിക്കും കണ്ടാ പറയില്ല മാരീഡ് ആണ്. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള മെസ്സേജസ് ഒക്കെ വന്നായിരുന്നു ആ ഇന്റർവ്യൂസ് ഒക്കെ ഇറങ്ങിയതിനു ശേഷം? വന്നിട്ടുണ്ടായിരുന്നു. മാരീഡ് ആയിരുന്നോ എന്ന് അറിയത്തില്ലായിരുന്നു. വളരെ കുറച്ചു പേർക്ക്, അതായത് ഈ സീരിയലിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ മാരീഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവരും എക്സൈറ്റഡ് ആയി, ഓഡിയൻസും എക്സൈറ്റഡ് ആയി. എന്താ ലവ് മാരേജ് ആയിരുന്നു. ഹസ്ബൻഡിന്റെ പേര് പാർത്ഥിവ് എന്ന. പാർത്ഥിവ് ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അപ്പൊ ലവ് മാരേജ്. എന്താ ലവ് സ്റ്റോറി ഒന്നുമില്ല. 8ാം ക്ലാസ് മുതൽ റിലേഷനിലായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഓവർകം ചെയ്തു, കല്യാണം കഴിഞ്ഞു. സ്റ്റാർ സിംഗറിലോ സരിഗമപ്പയിലെ ഡാൻസ് കൊറിയോഗ്രാഫർ ആയിരുന്നു. അസിസ്റ്റന്റ് സജന മാമിന്റെ കൂടെ ആയിരുന്നു. ഈ ആരെയിപ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ? ഞാൻ കേട്ടിരുന്നു ഒരു മുസ്ലിം ഫാമിലി എന്ന് വരുമ്പോൾ അതിൻ്റെതായ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മോശമായിട്ടുള്ള കമന്റ്സ്, ഒരുപാട് ലൂസ് ടോക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എൻ്റെ ഉമ്മ വാപ്പ എന്നെ ഇതിൽ എത്തിച്ചത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ ഫാമിലിക്കും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അത് എൻ്റെ പാഷൻ എന്നുള്ള രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ഉണ്ട്. കലോത്സവങ്ങളിൽ സ്റ്റാർട്ടിങ് ഡാൻസർ ആണ് ഞാൻ. ഓൾമോസ്റ്റ് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ ഞാൻ അത് ഡ്രോപ്പ് ചെയ്തു. ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് സെക്കൻഡ് കേരള നടനത്തിൻ്റെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ട്രിവാൻഡ്രത്ത് സംഗീത കോളേജിൽ. അത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് മഴതോരും മുൻപേ സീരിയലിലോട്ട് കയറുന്നത്. എന്നിട്ട് എനിക്ക് ഓൺലൈൻ ആയിട്ട് ക്ലാസ് പഠിക്കണമെന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇനി ഇതൊന്ന് മാറിയിട്ട് വേണം അതൊന്ന് കയറാൻ. അപ്പോൾ ആ ഡാൻസ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒട്ടും വിട്ടു മാറ്റാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇനി എത്ര ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വന്നാലും എനിക്ക് ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം അത് എൻ്റെ പാരൻസ് ചോര നീരാക്കി എന്നെ എത്തിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് കളയാൻ പറ്റത്തില്ല. എപ്പോഴും അപ്പോൾ ഒരു ഡാൻസിൽ നിന്ന് ഒരു ആക്ടിങ്ങിലേക്കുള്ളൊരു ഇഷ്ടമൊക്കെ വന്നു തുടങ്ങി? ഡാൻസർ ആയിരിക്കുന്ന സമയത്ത് അഭിനയം ഇഷ്ടമാണ്. കാരണം ഡാൻസ് ചെയ്യുന്നതിലൂടെ നമ്മൾ അഭിനയിക്കുകയും കൂടെ ചെയ്യല്ലേ. പക്ഷെ ഒരു ബിഗ് സ്ക്രീനിൽ വരണമെന്ന് ഞാൻ കുഞ്ഞിലേ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യമല്ല. വന്ന് പെട്ടുപോയതാ. പക്ഷേ അങ്ങനെ വന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്.
ഫസ്റ്റ് സീരിയൽ ചെയ്തു, അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടാണ് പിന്നെ അടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്, ഇപ്പൊ വരെ ചെയ്തോണ്ടിരിക്കുന്നത്. ഈ മഴതോരും മുമ്പിൽ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ലൈഫ് കുറച്ചുകൂടി ചേഞ്ച് ആയത്? നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം എന്നെ ഒരു 10 പേരെങ്കിലും തിരിച്ചറിയാൻ തുടങ്ങിയത് മഴതോരും മുംബൈയിലൂടെയാണ്. അപ്പോൾ അതിനുശേഷം വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്ത് പറയാനാ, ഒരുപാട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ പേരുണ്ടാവില്ല നമ്മുടെ കൂടെ. നമുക്ക് നല്ലത് വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത കുറേ പേര് നമ്മുടെ ചുറ്റും ഉണ്ടാവും. അവരും വന്ന് നമ്മളടുത്ത് സംസാരിക്കാറുണ്ട്, നന്നായിട്ട് ചെയ്തു കേട്ടോ, ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പം പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കലോത്സവത്തിനാണെങ്കിലും ഇപ്പം ആക്ടിങ്ങിനാണെങ്കിലൊക്കെ അവർ വിടുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അവരുടെ അടുത്ത് ആക്ടിങ്ങിലേക്ക് കാരണം പൊതുവെ ഇപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ നെഗറ്റിവിറ്റി ആളുകൾ സ്പ്രെഡ് ചെയ്യുമല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? വീട്ടുകാരുടെ അടുത്തൊക്കെ പറയാം. അതാ ഞാൻ പറഞ്ഞത്, ലൂസ് ടോക്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഡാൻസിന് പോകുന്ന സമയത്തും, അതൊരു മുസ്ലിം ഫാമിലി ആകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുമാത്രം കേൾക്കേണ്ടി വരും എന്നുള്ളത്. പക്ഷെ എന്നാലും ഇവര് അത് ബോധേഡാവത്തില്ല. ഇവർക്ക് എന്നെ അറിയാം, അപ്പൊ ഞാൻ ഏതുവരെ പോകുന്നു അറിയാം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആരെ മഴതോരും മുമ്പേ സെറ്റിൽ ഏറ്റവും ബെസ്റ്റ് കൂട്ടാരുടെ കൂടെയാ? ഞാൻ അങ്ങനെ പറഞ്ഞ എല്ലാരും അടിയാവും കേട്ടോ. എനിക്ക് എല്ലാരുമായിട്ട് കൂട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു വൈഷു ആയിട്ടാണ്. വൈഷ്ണവി ചേച്ചി, ജാൻവി, വേദ, ഇവര് 3 പേരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളെ 4 പേരും ആയിരുന്നു ആ റാപ്പിഡ് ഫയർ തൂക്കിയത്. സത്യം പറഞ്ഞു, വേറെ ആരെക്കുറിച്ച് അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. രാഹുൽ ഏട്ടൻ എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ഇടയ്ക്ക് മുറക്കും കാണുന്ന ആൾക്കാരാണ്. അതായത് രാഹുൽ ഏട്ടൻ ഞങ്ങളെ വീടുമായിട്ട് ഒരു ബന്ധമില്ല. എന്തെങ്കിലും സീൻസ് വരുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അതുകൊണ്ട് രാഹുൽ ഏട്ടനുമായിട്ടുള്ളത് വളരെ കുറവാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ വരുന്ന സമയത്ത് ഭയങ്കര വൈബാണ്. ഈ ക്യാരക്ടറിന് ഇപ്പൊ നമ്മളാണല്ലോ ഓൺ കോസ്റ്റ്യൂംസും ജ്വല്ലറീസ് ഒക്കെ എടുക്കുന്നത്, അതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാ നോക്കുന്നത്? ഞാൻ ഒട്ടുമിക്കതും എൻ്റെ ഉമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഉമ്മ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉമ്മാരുടെ അടുത്ത് തന്നെ മെറ്റീരിയൽ എടുത്ത് കൊടുക്കും, ഉമ്മ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് ലാഭമായി. ഈ ആദ്യം അറിയായിരുന്നോ ക്യാരക്ടറിന്റെ ഒരു ഇങ്ങനെയാണ് ആദ്യത് ഭയങ്കര നെഗറ്റീവാണ്, വില്ലത്തിയായിട്ട് വരും, ഹീറോയിന് അത്രയും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഒരാളെ പിന്നീട് ഒരു പോയിന്റ് എത്തുമ്പോൾ പോസിറ്റീവ് ആകും എന്നൊക്കെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു? നോവൽ വായിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ നോവൽ വായിച്ചിട്ടേ ഇല്ല. ഒരു ഐഡിയ ഉണ്ടായിരുന്നു? ഇതിൽ വരുന്ന സമയം വരെയും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഓരോ സീൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ മറ്റേ കൊച്ചു കുട്ടികളെ പോലെ ഇരുത്തും ചേരാൻ, ഇരുത്തിയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കും പോലെ പറഞ്ഞു തരും, ഇങ്ങനെയാണ് സ്റ്റോറി പോകുന്നത്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു ഐഡിയ എല്ലാം ചെയ്ത് പോയാൽ പിന്നെ പതിയെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയാണ് ചെയ്യാൻ തുടങ്ങിയത്. ഈ പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന സമയത്ത് അഫ്കോഴ്സ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അത്യാവശ്യം ആക്റ്റീവ് ആണല്ലോ, ആ സമയത്തും മുതിർന്ന ആളുകൾ പൊതുവെ ആക്റ്റീവ് കുറവാണ് ഇൻസ്റ്റയിൽ. എന്നാലും അങ്ങനെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. അത് എനിക്ക് പരിചയം ഇല്ലാത്തവരാണ് കേട്ടോ, പരിചയമുള്ളവർക്ക് അറിയാമല്ലോ. പരിചയം ഇല്ലാത്തവർ അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അലീനയുടെ കാര്യം പറഞ്ഞിട്ട് ഉപദ്രവിക്കരുത്. ഞാൻ അതിലൊരു കട്ടിങ് സീനൊക്കെ ഉണ്ട്, ഡ്രസ്സ് കട്ട് ചെയ്യുന്ന. അപ്പൊ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, ചേച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തിന്റെ ഇമോജിയൊക്കെ വെച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ചിലത് എനിക്ക് കാണുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്, ഇവര് മനസ്സിലാക്കേണ്ട അതൊരു സീരിയൽ ആണ് എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്തല്ലോ ആ ക്യാരക്ടർ എന്നുള്ളതും കൂടെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താ ചോദിക്കുന്നത് ഈ ഒരു സീരിയലിനെ സംബന്ധിച്ച്? ഇനി എത്ര നാളും കൂടെ ഉണ്ടാവും, ഇപ്പോഴൊന്നും കഴിയില്ലല്ലോ, വേഗം തന്നെ അച്ഛനെ അറിയോ, അങ്ങനത്തെ ചോദ്യങ്ങള്. അലീന അച്ഛനെ അറിയോ, തിരിച്ചറിയോ, ഞാൻ തിരിച്ചറിയോ, നിങ്ങൾ എല്ലാരും ആരുടെ സൈഡായിരിക്കും എന്നുള്ളൊരു സംഭവങ്ങള്. ഷഹനാസ് ആരുടെ സൈഡായിരിക്കും? ഞാൻ ആരുടെയും വേണം, ചേച്ചി വേണമല്ലോ. അത് ബബിലേക്കല്ലേ? ഷഹനാസ് ഇപ്പൊ ഒരു വ്യൂവർ എന്ന നിലയിൽ നോക്കി കാണുമ്പോൾ ആരുടെ കൂടെ ആയിരിക്കും? അലീനയുടെ കൂടെ ആയിരിക്കും. എന്തേ? അലീന ആ ഒരു ക്യാരക്ടറിന് അത്രയും ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ചിലപ്പോ വൈജയന്തിയുടെ കൂടെ നിക്കാം, പറയാൻ പറ്റത്തില്ലല്ലോ. വൈജയന്തി കുറച്ച് കൂടുതൽ പാവല്ലേ, സിറ്റുവേഷൻസ് അല്ലേ എല്ലാം. എന്നാലും പുള്ളിക്കാരിന് ഓരോന്ന് പറയുമ്പോ പുള്ളിക്കാരി ഇത് ആലോചിക്കുന്നില്ലല്ലോ, ആ ക്യാരക്ടർ പഴയ കാലം ചിന്തിക്കുന്നില്ലല്ലോ, അതിന്റെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാം. ഈ ഷഹനാസിന് ഇത് എത്ര എപ്പിസോഡ്സ് പോകണം എന്ന ഒരു ആഗ്രഹം? ഇത് അങ്ങനെയല്ല, നമ്മള് ഏതൊരു സീരിയലായിരുന്നാലും ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുന്നതിനെക്കാട്ടിലും ഒരു നല്ലൊരു പോയിന്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ആ ഒരു സംഭവം നമ്മുടെ പ്രേക്ഷകരായിരുന്നാലും ഓർത്ത് വെക്കും.
അത്രയും ഒരു മൊമെന്റ്സ് നമ്മളായിരുന്നാൽ പോലും അതൊരു നല്ലൊരു മെമ്മറി ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരു സംഭവം. വലിച്ചു നീട്ടുന്നതിനെക്കാട്ടിലും ഒരു നല്ലൊരു രീതിയിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഒരു ചെറിയ ടാസ്ക് തരാം. ഞാൻ കുറച്ച് ആൾക്കാരുടെ പിക്ചേഴ്സ് കാണിച്ചു തരാം. അപ്പം അവരായിട്ട് വരുന്ന ഒരു മെമ്മറി. ഓക്കെ. ശോഭേച്ചി ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല, പക്ഷെ പാവമാണ് കേട്ടോ. സെറ്റിൽ വന്ന പഞ്ചപാവ. വേറെ ഞങ്ങളായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒന്നുമില്ല, ഫസ്റ്റിലേ വന്ന. അപ്പോ അങ്ങനെ വലിയ സംസാരമൊന്നും ഇല്ല, പക്ഷെ ഗുഡ് മോർണിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു പാവ. പക്ഷെ ഓക്കെ, നെക്സ്റ്റ് നികിതേച്ചി. ചേച്ചിയാണോ? ആ, നികിതി റിയൽ ലൈഫിലെ ചേച്ചിയാണ്. റിയൽ ലൈഫിലും ചേച്ചിയാണ്. അപ്പൊ ചേച്ചിയും പാവ. ചേച്ചി ഇങ്ങനെ സെറ്റിൽ നിന്ന് സെറ്റിലോട്ട് ഓടിക്കൊണ്ട് നടക്കുക. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് പാവ. കുറിച്ച് ആളുകൾ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്. ഞങ്ങള് റീൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവര് ചോദിക്കും, എന്താ നികിതയെ കൂട്ടാഞ്ഞേ, നികിതയെ നിങ്ങൾ മനഃപൂർവ്വം വിളിക്കാത്തയാണോ, നിങ്ങളുടെ ഗ്യാങ്ങിൽ അവരില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ സത്യത്തിൽ അതല്ല, പുള്ളിക്കാരിക്ക് സത്യത്തിൽ സമയം കിട്ടാറില്ല. ഒരുപാട് സീൻസ് ഉണ്ടാവും, നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുന്നതാ. അപ്പൊ ഇത് അവർക്കറിയത്തില്ല, ഓഡിയൻസിന് അറിയത്തില്ല, മനഃപൂർവ്വം ചെയ്തില്ല എന്നുള്ള ഇതില്ല. ഞങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞങ്ങള് ചെയ്യുന്നുണ്ട് റീൽസ്, പക്ഷെ അതൊന്നും കാണത്തൂല്ല ആരും. എന്നിട്ട് ചോദിക്കും, എന്താ നികിതയെ കൂട്ടാഞ്ഞ എന്നുള്ളത്. മറ്റേ സീരിയലിലെ പോലെ തന്നെ റിയൽ ലൈഫിൽ അവോയ്ഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഇതുപോലെ തന്നെ രാഹുലേട്ടന്റെയും രാഹുലും നികിതയും കൂടെ ഒന്നിച്ചുള്ളത് നിങ്ങൾ വ്ളോഗൊക്കെ യൂട്യൂബ് ഉണ്ട്, അപ്പോൾ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ചിലപ്പോൾ ആ സീനിലേ ഉണ്ടാവൂല, ഞങ്ങൾ ഇത്രയും പേരുമായിരിക്കും. അവരെ വെച്ചെടുക്കുന്ന സമയത്ത് രാഹുലേട്ടൻ അന്നത്തെ ദിവസം സീനെ കാണത്തില്ലായിരിക്കാം മേ ബി. നമ്മൾ എന്ത് ചെയ്യാനാ? അപ്പൊ ഇവര് വീണ്ടും ചോദിക്കും, നമ്മൾ എന്തോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കിച്ചുവും സ്വീറ്റാ കേട്ടോ, കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായ കുസൃതിയും ഒക്കെ ഉണ്ട്. സ്വീറ്റ് പേഴ്സൺ. വൈഷു വൈബ, അടിപൊളിയാ ചേച്ചി. എനിക്ക് എന്ത് പറയാനാ, എൻ്റെ ഒരു സ്വന്തം ചേച്ചി എന്നൊക്കെ പറയും പോലെ അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് എനിക്ക്. എന്ത് ഷെയർ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാട്ടോ. നിങ്ങളാണോ മറ്റേ ആളെ യൂട്യൂബ് വ്ളോഗ് ഒക്കെ എടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു? അത് ഭയങ്കര മടിച്ചിയാ സത്യത്തിലും. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാ. അങ്ങനെ നിർത്തിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചതാ. ഇപ്പൊ വീഡിയോ ഇടാണ്ടിരിക്കുമ്പോഴേ ഞാൻ പറയാം, വീഡിയോ ഇട്ടോ വരട്ടും ഞാൻ. ആള് പറഞ്ഞായിരുന്നു ആൾക്ക് ഭയങ്കര ഒരു പുഷ് ചെയ്യണം. ബാധുവങ്ങളും പാവാട്ടാ, നല്ലൊരു ആളാ. നമ്മളെ ഇങ്ങനെ എന്ത് പറയാനാ, പുള്ളിക്കാരൻ ഭയങ്കര നീറ്റ് ആൻഡ് സ്വീറ്റ് പേഴ്സണാ. വേറെ വിഷയങ്ങളൊന്നുമില്ല. പുള്ളിക്കാരൻ വരും, അഭിനയിക്കും, നമ്മളുമായിട്ട് കമ്പനിയൊക്കെ കൂടും, അങ്ങനത്തെ ഒരാളാ. ഇത് പിന്നെ പറയണ്ടല്ലോ, മാസ്. രാഹുലേട്ടനെ പറ്റി എന്ത് പറയാനാ, രാഹുലേട്ടൻ പൊളിയാ. രാഹുലേട്ടന്റെ കുറെ ചളിയും, രാഹുലേട്ടന്റെ വന്ന് നിൽക്കുമ്പോഴേ ചളിയാ പറയുന്നത്, വാ തുറന്ന അത് മാത്രമേ ഉള്ളൂ. സത്യം, ഞങ്ങൾ 1.5 മണിക്കൂർ ഇന്റർവ്യൂല് ഞാൻ കണ്ടു, 40 മിനിറ്റ് ചളിയായി. ഞാൻ വീഡിയോ കണ്ടു. നിധ ചേച്ചിയും സൂപ്പർ ആയിട്ടാ. നിധ ചേച്ചിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിധ ചേച്ചിയും പറഞ്ഞു തന്നിട്ടുണ്ട്, യൂട്യൂബ് പരമായിട്ടും. എനിക്ക് ഫേസ്ബുക്ക് ഇല്ലായിരുന്നു. അപ്പൊ വൈഷു എൻ്റെ അടുത്ത് ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞു. വൈഷു ഫസ്റ്റ് പറയുന്നത്. അതിനുശേഷം നിധ ചേച്ചി ആയിട്ടുള്ള കോൺവെർസേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ യൂട്യൂബ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ പുള്ളിക്കാരി ഭയങ്കര പാവാ, റീൽസ് മൈൻഡാ, ഫുള്ള് അടിപൊളിയാ, അടിപൊളിയാ, നൈസാ. അച്ചുടാ പാവ കേട്ടോ. നമ്മുടെ അതായത് അതിലെ ക്യാരക്ടർ നെയിം ചിന്നുമോളെന്നാ. അപ്പൊ എനിക്ക് കൊച്ചു കണ്ടപ്പോ ഓർമ്മ വന്നതാ, ഞങ്ങൾ കാറി വെച്ചൊരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ കാറി വെച്ച സീനിൽ എന്നോട് ചോദിക്കുക, ചേച്ചിയുടെ വയറ്റിൽ ഇതാ ബേബി ഉണ്ടോ? കൊച്ചു കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് അവള് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേദയെ ഭയങ്കരമായിട്ട് കളിയാക്കും, അവള് തന്നെ കളിയാക്കും, പോടോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കും. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആള് തന്നെയാ ഡബ് ചെയ്യുന്നത്, അഭിനയിക്കുന്നതും അങ്ങനെയാ. ആ കൊച്ച് ഭയങ്കര ക്യൂട്ടായിട്ടാ ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നതൊക്കെ. പിന്നെ മനുച്ചേട്ടനും കൂടെ, അതായത് പ്രൊഡ്യൂസർ മനുച്ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് അവള് ചെയ്യും. അവര് പറയുന്നുണ്ടായിരുന്നു അവളുടെ ഡബിങ്, ആ വോയിസ് മോഡുലേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കേട്ടിരുന്നു. നെക്സ്റ്റ്
അഭിചേട്ടൻ അഭിചേട്ടൻ ഇപ്പം സീനിലില്ല, പക്ഷെ അഭിചേട്ടൻ ഉണ്ടായിരുന്ന സമയത്തും അടിപൊളിയായിരുന്നു. അഭിചേട്ടൻ വേറൊരു വൈബാ, അതും ഇതുപോലെ തന്നെ ചളി തന്നെയാണ്, അത് വേറൊരു വൈബാ. ഓക്കെ. ആനന്ദേട്ടനായിട്ട് ഞങ്ങൾ കുറച്ച് സീനേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, പുള്ളിക്കാരൻ അടിപൊളിയാ. എല്ലാരും അടിപൊളിയാ. വേദയായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ബ്രദർ, അതാണ് സംഭവം. എന്ത് വൈഷ്ണുവിനെ പോലെ തന്നെ ഞാൻ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ് വേദ. പറയാൻ പറ്റും ഞങ്ങൾ സെയിം ഏജാ. അപ്പോ അതിൻ്റെതായ കുരുത്തക്കേടും ഇടിയും ഞാൻ കൂടുതൽ ഉപദ്രവിക്കുന്നതും അവനെയാ. ഇടിച്ച് അടിച്ച് നുള്ളിയൊക്കെ എടുക്കും. അപ്പൊ അവനും അടിപൊളിയാ. ഇതാണ് ഏറ്റവും കുസൃതി നിറഞ്ഞ കൊച്ച് ജാൻവി. ഏറ്റവും കുരുത്തക്കേടാ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാലവാരി തൂക്കി എറിഞ്ഞേരാ എന്ന് പറയില്ല, അതുപോലെ സംഭവം. പക്ഷെ പാവം കേട്ടോ, എന്തുണ്ടെങ്കിലും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ്. വിഷമം വന്നാലോ സങ്കടം വന്നാലോ ഒക്കെ ഓടി വരും വിഷമം പറയാനൊക്കെ. പക്ഷെ ഭയങ്കര സ്വീറ്റാ. ഇവരെല്ലാരും അടിപൊളിയാ, ഒന്നും പറയാനില്ല. ഞങ്ങളുടെ സെറ്റ് ഫുള്ള് സൂപ്പറാ. കിഷോറേട്ടൻ പാവട്ടോ. വേറെന്തെങ്കിലും കിഷോറേട്ടനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. കിഷോറേട്ടൻ ഇങ്ങനെ നിങ്ങളുടെ ഒരു ജോളി വൈബാണോ? ജോളിയാണ് പുള്ളിക്കാരൻ. സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആണ്, ജോളി ആവേണ്ട അടുത്ത് ജോളിയാണ്. പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഒരു അച്ഛൻ എങ്ങനെയാണോ അതുപോലെയാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. ഞാനെന്ന് പറയുന്ന ആൾ ഇച്ചിരി വികൃതി എന്ന് വെച്ചാൽ എനിക്ക് ഉപദ്രവിക്കാൻ ഇഷ്ടമാണ്. ഞാൻ കാണുന്നവരെ നുള്ളും അടിക്കും പിച്ചും എനിക്ക് ഇഷ്ടമുള്ളവരെ എന്ന് വെച്ചാൽ എല്ലാവരും അല്ല. അപ്പോൾ ഞാൻ കിഷോർ അങ്കിളിന്റെ നുള്ളു കൊടുക്കും, അതൊരു കിഷോർ അങ്കിൾ നുള്ള ഒരു അച്ഛൻ മകൾ എങ്ങനെയാണോ അതുപോലത്തെ ഒരു വൈബാണ് പുള്ളിക്കാരൻ. അത്രയും സ്വീറ്റ് ആണ്. മനീഷേച്ചിയും പാവമാണ് കേട്ടോ. മനീഷേച്ചിയുടെ പാട്ടൊക്കെ കേൾക്കാൻ അടിപൊളിയാ, നല്ല രസമാണ് പാട്ടൊക്കെ പാടുന്നതൊക്കെ. നമ്മൾ സെറ്റിൽ പോയിരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മൂളിപ്പാട്ടായിരിക്കും പാടുന്നത് നമ്മൾ, പക്ഷെ അതിങ്ങനെ ആസ്വദിച്ചിരിക്കും. സ്വരയും ഞാനും തമ്മിൽ സീൻസ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞങ്ങള് ഒരേ റൂമിലാ, നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഒരേ റൂമിലാ. അപ്പോ കാണുന്ന സമയത്തുള്ള ഇതേ ഉള്ളൂ. പക്ഷെ ഒരു കിളി പോയ കേസാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പാവമാണ് കേട്ടോ. എന്തെങ്ങനെ തോന്നി എന്ന് വെച്ചാൽ പെട്ടെന്ന് അവളുടെ മൈൻഡ് മാറും. അവൾ ചിരിച്ചോണ്ടിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ആലോചനയിൽ പോവായിരിക്കും, പിന്നെ വീണ്ടും അതിലോട്ട് തിരിച്ചു വരും. അങ്ങനെ ഇത് കിച്ചു പറഞ്ഞു. സൈന ഇത് മിണ്ടാ പാവുക, ഒന്നും മിണ്ടത്തില്ല, ആ തുറക്കത്തേ ഇല്ല, അവിടെ ഉണ്ടെന്നേ അറിയത്തില്ല. പക്ഷെ ഇവളുടെ അനിയത്തി ഉണ്ട്, അത് ഭയങ്കര രസാ. എന്ന് വെച്ചാൽ വാ തുറന്നാ കലപ്പില്ല എന്നുള്ള സംസാരമേ ഉള്ളൂ. അത് അടിപൊളിയാ. ഇവള് മിണ്ടത്തേ ഇല്ല, ഒരിടത്ത് ഇരുന്ന് അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ സെറ്റ്. ഈ സെറ്റിൽ പോയ സമയത്ത് ഒരുപാട് സമയം എടുത്തു എല്ലാവരുമായിട്ട് ഇങ്ങനെ ഒരു കമ്പനി ആയി വരാൻ വേണ്ടി? ഞാൻ സമയമെടുത്തു. ഞാൻ ആദ്യം ആരടുത്തും മിണ്ടത്തില്ലായിരുന്നു, പാവമായിരുന്നു. പിന്നെ സംസാരിച്ച് ഇപ്പൊ എല്ലായിടത്തും മിണ്ടും, ഒരാളടുത്ത് പോലും മിണ്ടാണ്ടിരിക്കത്തില്ല. ഇപ്പൊ അവര് പറയണം മിണ്ടാതെ? അവര് പറയാറുണ്ട്, ഞാൻ കേൾക്കാറില്ല. ഞാൻ എന്തായാലും ഒരു സെഗ്മെന്റും കൂടി തരാം. അപ്പം അത് കേൾക്കുമ്പോ ആദ്യം ആരെയാണോ, അതായത് അവർക്ക് കൊടുത്ത ഷഹനാസിന്റെ ഒരു POV ആരാണെന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിക്കട്ടാ. സെറ്റിലെ പൂക്കി രാഹുൽ. എന്തേ രാഹുൽ ഈ 2 കയ്യിൽ വാച്ച് കെട്ടിക്കൊണ്ട് വരണം? അതെ, 2 കയ്യിൽ വാച്ചും. അത് വൂപ്പ, ഒരു കാര്യമില്ല, പക്ഷെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കും, ഇങ്ങനെ കാണിച്ച. ഓക്കെ. ഈ നിങ്ങളുടെ ബ്രേക്ക് സമയത്ത് അത് എന്തെങ്കിലും എൻഗേജ്മെന്റ് ആക്കാൻ വേണ്ടി മുന്നിട്ട് നിൽക്കുന്ന ആരാ? ബ്രേക്ക് സമയത്ത് നിൽക്കുന്ന ജാൻവി, വേദ എങ്ങനെയെങ്കിലും ചാടിത്തുള്ളിയൊക്കെ വരും. അപ്പുറത്തെ റൂമാണെങ്കിൽ അവൻ ചാടിത്തുള്ളി ഇപ്പുറത്തെ റൂമിലോട്ടൊക്കെ വന്നിട്ട് ഭയങ്കര വൈബൊക്കെ ആക്കിയിട്ട് എന്നിട്ട് അവൻ പോവും. അങ്ങനെ വേദ. ഓക്കെ. നിങ്ങള് സെറ്റിൽ കേട്ട ഏറ്റവും വലിയൊരു ഗോസിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആരും. അങ്ങനെ ഗോസിപ്പായിട്ട് ആരും പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം പറയാറുണ്ട്, അല്ലാണ്ട് വേറെ ആരുമായിട്ട് വേറെ സെറ്റിലെ കാര്യങ്ങൾ ഗോസിപ്പായിട്ട് പറയുന്നത് ഇല്ല. ഓക്കെ. മനഃപൂർവ്വം അവസരങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? ഞാനാണോ? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. സിനിമ സീരിയൽസും അങ്ങനെ വെച്ചിട്ടുണ്ട്, വേണ്ട ഇപ്പൊ ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. എന്താ പഠിക്കാനുള്ളതുകൊണ്ടാണോ? ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് നന്നായിട്ട് പോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡേറ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് അടുത്ത പ്രോജക്റ്റിലോട്ട് പോവാമെന്നുള്ളൊരു. ഓക്കെ. ഏറ്റവും കൂടുതൽ തമാശ ഫണ്ണി കോമഡി ആയിട്ടുള്ളത്?
ചളിയാണെങ്കിൽ രാഹുലേട്ടൻ തന്നെ. അല്ലെങ്കിൽ വൈഷു കോമഡി പറയും, നികിതീച്ചിയും കോമഡി പറയും. ഓക്കെ. ഇപ്പം അവരിങ്ങനെ എപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഷഹനാസിനെ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇതായിരുന്നു, പക്ഷെ ഇപ്പൊ ഇങ്ങനെയാണ് എന്നുള്ളൊരു സാധനം? ആദ്യം പാവമായിട്ടാ, ഇപ്പൊ ഭയങ്കര കുരുത്തക്കെട്ട കൊച്ചാണെന്നാ പറയുന്നത്. സെറ്റിൽ എല്ലാരും അങ്ങനെ പറയുന്നത്. ഓക്കെ. ഏറ്റവും കൂടുതൽ റീടേക്ക് പോകുന്നത്? റീടേക്ക് അങ്ങനെ പോയിട്ടില്ല ആർക്കും. എന്തെങ്കിലും സീൻ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ എന്താ ചെയ്യാം? ഞാൻ കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങിയ ഒരു 4 മണി 5 മണി വരെ കിടന്നുറങ്ങും. വൈകിട്ട് ഒരു ദിവസം ഫുള്ള് കിടന്നുറങ്ങും. ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്നത് സെറ്റിലാണോ? ലേറ്റ് ആയിട്ടില്ല, എല്ലാരും കറക്റ്റ് നമ്മളെല്ലാരും ഒന്നിച്ചാ പിക്ക് ചെയ്തോണ്ട് വരുന്നത്. അപ്പൊ ലേറ്റ് ഇല്ല. വരുന്നുണ്ടെങ്കിൽ ക്യാമറാമാനോ ഡയറക്ടറോ ആരെങ്കിലും ആയിരിക്കാം, അറിയത്തില്ല. ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കുന്നത്? ഞങ്ങൾ സെൽഫി എടുക്കും. ഞങ്ങൾ 3 പേരും എടുക്കും. ഞാൻ, വൈഷു, ജാൻവി. എവിടെ നിന്നാലും സെൽഫി എടുക്കും. വേദ സെൽഫി എടുക്കും. ഓക്കെ. ഫുഡ് ലവർ സെറ്റില്? ജാൻവി. ജാൻവി ഫുഡേ എന്ന് പറഞ്ഞ് നടക്കും. ജാൻവിയാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ടുള്ളത് സെറ്റില്? അങ്ങനെ ചോദിച്ചാൽ നികിതീച്ചി ഹാഫ് സീരിയസ്, പിന്നെ നമ്മുടെ ഇടയിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കും വർക്ക്പരമായിട്ടുള്ള സംഭവത്തിൽ. ഓക്കെ. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നത്, എന്ത് ഹെൽപ്പിനും ഓടി വരുന്ന ഒരാളുണ്ടാവില്ലേ? അതെല്ലാരും ചെയ്യുന്നുണ്ട്. ജാൻവി ചെയ്യുന്നുണ്ട്, വൈഷു ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാരും ചെയ്യുന്നുണ്ട്. ഷഹനാസിന് പെട്ടെന്ന് ഹെൽപ്പ് വേണ്ടി ആരെയാ വിളിക്കാം? വൈഷു. ഓക്കെ. കൂട്ടത്തില് ഒരു ദിവസം ഈ ആള് ഡയറക്ടർ ആകും എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? നികിതേച്ചി ഡയറക്ടർ, ചേച്ചിക്ക് ആ ഒരു സംഭവമൊക്കെ ഉണ്ട്. അത് മാത്രല്ല വേദ. ഓക്കെ. അതായത് 5 മിനിറ്റ് കിട്ടി അപ്പോൾ ഉറങ്ങാൻ പോകുന്നത്? നികിതേച്ചി. ഓക്കെ. ഫോണിലാണ് ജീവിക്കാൻ പറ്റാത്ത ആള്? ഞാൻ. എന്താ? ഞാൻ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആണ്. ഞാനിങ്ങനെ ഒന്നില് റീൽസ്, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ എഡിറ്റിംഗ്, ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നില്ലെങ്കിൽ സമയം പോകത്തില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ. ഏതെങ്കിലും സീൻ തെറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചിരി വരുന്ന ആർക്കാ? ജാൻവിക്ക്, വേദയ്ക്ക്, വൈഷുവിന്, എനിക്ക് 4 പേർക്ക് ചിരി വരും. നികിതേച്ചിക്ക് വന്നിട്ടുണ്ട്. അത് ജാൻവിയുടെ ഒരു സീനിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ. ജാൻവി കാസർഗോഡല്ലേ, അപ്പം പെട്ടെന്ന് വന്നിട്ട് പറയുന്ന സമയത്ത് നാക്ക് കുരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിക്കും, പെട്ടെന്ന് ചിരിക്കും എല്ലാരും. ഓക്കെ. സെറ്റിലെ ഫാഷൻ ഐക്കൺ? അങ്ങനെ ആരുമില്ല, എല്ലാരും അടിപൊളിയാണ്. ഫാഷൻ അങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല. ഓക്കെ. സെറ്റിലൊരു എനർജി ബൂസ്റ്റർ? ജാൻവി, വേദ. ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇങ്ങനെ കളിയാക്കില്ലേ, അതാരാ? ഞാനാ. എന്ത് പറഞ്ഞ കളിയാക്കാം? അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാരും എനിക്ക് ചിരിച്ച് ഇരുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഫ്രീ ആക്കാൻ ഇഷ്ടമാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ഡയലോഗ് മറക്കുന്നത്? ഡയലോഗ് മറക്കുന്നത് സീനിന്റെ ഡയലോഗാണോ? അങ്ങനെ ആരുമില്ല. ഡയലോഗ് തെറ്റിക്കാറുണ്ട്, മറക്കത്തില്ല. തെറ്റിച്ച് പറയും. നമ്മളിപ്പോ പറയരുത് എന്ന് പറയുന്ന സാധനം വേറെ എന്തെങ്കിലും ആയിരിക്കും അവിടെ ഫില്ല് ചെയ്ത് വിടുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജാൻവി പറയും. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാ അപ്പൊ ഈ സ്ക്രിപ്റ്റിലെ ഡയലോഗ് അതേപോലെ തന്നെ പറയണം അങ്ങനെയുണ്ട്? ഇപ്പൊ ചില റൈറ്റേഴ്സ് ഒക്കെ പറയില്ലേ, അതായത് അവർ എഴുതി വെച്ച് അതേപോലെ തന്നെ വേണം അവരുടെ ക്യാരക്ടർ പറയണം എന്ന്, കുത്തും കോമയും ഒന്നും വിടരുതെന്ന് പറയില്ലേ? അത് ജോസി സാറിൻ്റെത് എന്ന് വെച്ചാൽ സാറ് ഫുള്ള് എഴുതി വെച്ചിരിക്കുന്നത്, അത് ലെഫ്റ്റ് റൈറ്റ് ഉണ്ട്, ആ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ വേണം നമ്മൾ ചെയ്യാൻ. അതിലൊരു മാറ്റം പോലും വരണ്ട, കാരണമില്ല. കാരണം നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യത്തുള്ളൂ, അതിനപ്പുറം പോകത്തില്ല എന്ന് സാറിനും അറിയാം. അങ്ങനെയാണ് സാർ എഴുതി വിടുന്നത്. അതുകൊണ്ട് കറക്റ്റാണ്, ആ ഒരു മീറ്റർ കറക്റ്റാണ്. ഓക്കെ. സെറ്റില് ഒരു അവാർഡ് കൊടുക്കേണ്ടി വന്നാൽ ആർക്ക് എന്തൊക്കെ അവാർഡ് കൊടുക്കും? ഒരു 5 പേര്, 5 അവാർഡ്. 5 അവാർഡ്. ബെസ്റ്റ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കാം? നികിതേച്ചിക്ക് കൊടുക്കാം, വൈഷുവിനും കൊടുക്കാം കേട്ടോ. രണ്ടുപേരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് നിൽക്കുന്ന. ആക്ടർ എന്ന് പറയുമ്പോൾ രാഹുലേട്ടനും കിഷോർ അങ്കിളിനും ഈക്വലി കൊടുക്കാൻ പറ്റും. പിന്നെ നെഗറ്റീവിന് വേണമെങ്കിൽ എനിക്ക് തരാൻ കുഴപ്പമില്ല. വേദയ്ക്ക് കൊടുക്കാൻ പറ്റും. വേദയുടേത് എനിക്ക് ബെസ്റ്റ് പെർഫോമർ ആയിട്ടോ എന്ത് വേണമെങ്കിലും അവന് കൊടുക്കാൻ പറ്റും. അവൻ അടിപൊളിയായിട്ട് അവൻ്റെ ഒരുപാട് സീൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ജാൻവിക്ക് കൊടുക്കാം, ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ബെസ്റ്റ് പെർഫോമറോ, അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ ബെസ്റ്റ് സീരിയൽ, നമ്മുടെ സീരിയലിന് കൊടുക്കാം. കിട്ടിയ
അങ്ങനെയല്ലേ? നമ്മുടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ബെസ്റ്റ് ക്യാമറാമാൻ, ബെസ്റ്റ് ഡയറക്ടർ, ഇതിനെല്ലാം വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവാർഡ് കിട്ടിയായിരുന്നു അല്ലേ? അതുപോലെ ഹോട്ട്സ്റ്റാറിലും റേറ്റിംഗില് നിങ്ങൾ ഓക്കെ. ഈ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നതിന് ശേഷം ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്? എനിക്ക് ചേഞ്ചസ് എന്ന് പറയാൻ വേറെ വലിയ ചേഞ്ചസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനെക്കാട്ടി ഒരു ഫാമിലി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാവരും സെയിം വൈബ് അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസും ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെ എനിക്കൊരു പാട്ടാവാൻ പറ്റിയത് എന്നെ ഭയങ്കര ഹാപ്പിയാണ്. അവരെ പോലെ നല്ല ആൾക്കാരെ കിട്ടി. കുറച്ച് നമ്മുടെ എന്താ പറയുക, നമുക്ക് എപ്പോഴും വേണമെന്ന് തോന്നുന്ന കുറച്ച് പാർട്ട് ഓഫ് ഫ്രണ്ട്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇതിന്നാ. ഓക്കെ. ഈ ആദ്യമൊക്കെ നമ്മളിങ്ങനെ ആളുകളെ തിരിച്ചറിയുമല്ലോ, ഇപ്പൊ അത് യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ ആൾക്കാർ തിരിച്ചറിയുമ്പോൾ ആ ഒരു മൊമെന്റ് ഒക്കെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങനെ തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്ത് ഫസ്റ്റ് ഒരു സെൽഫി എടുക്കുന്ന ഒരു കുഞ്ഞു കുട്ടി. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അപ്പൊ ഈ കുഞ്ഞു കുട്ടികളും കാണുന്നുണ്ടല്ലോ എന്നുള്ളത്. അത് കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും പറയുന്നുണ്ട്. അവർക്ക് തന്നെ ഭയങ്കര സന്തോഷം കൊണ്ടിട്ട് അവർ പറയുന്നുണ്ട് അടിപൊളിയാ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അതെനിക്ക് സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവം കൂടെ. ഈ ഒരു ആക്ടിങ് ജേർണിയിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്ത എന്തെങ്കിലും മൊമെന്റ്സ് ഉണ്ടോ? ഇല്ല, ഇതുവരെക്കും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലൂസ് ടോക്സിന്റെ ഇത് മാത്രമേ ഉള്ളൂ. എന്തിനാ വിടുന്ന, അഭിനയിക്കാൻ പോകണ്ട, അങ്ങനത്തെ ഒരു സംഭവങ്ങള്. അത് ഫാമിലി പരമായിട്ടും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഉമ്മ, അവരുടെ ഫാമിലി, അവരുടെയൊക്കെ ഫാമിലി ആയിട്ടുള്ളത്. മുസ്ലിം ഫാമിലി ആയതുകൊണ്ട് അവരിച്ചിരി ഓർത്തഡോക്സ് ഫാമിലി ആണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവരൊക്കെ എന്താ പറയുന്നത്? ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും അഡിക്റ്റഡ് ആണ് നമ്മുടെ സീരിയലിനെ അഡിക്റ്റഡ് ആണ്. അതുകൊണ്ട് പിന്നെ വിഷയമൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ആദ്യം നമ്മളിങ്ങനെ എതിർത്ത ആൾക്കാരുണ്ടല്ലോ, പിന്നെ ആ എതിർത്ത അതേ സാധനം തന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മളോട് സംസാരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ കുറെ പേര് വന്നിട്ടുണ്ട്. അതെനിക്ക് സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അവര് ഇപ്പൊ മോശം പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നിയിട്ടില്ല. കാരണം അത് അവരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്ന കാര്യമാണ്. പക്ഷെ എന്നാ പോലും എനിക്ക് അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്ന് തോന്നിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്? എന്താ നിങ്ങളുടെ സീരിയൽ നേരിട്ട് വന്ന് ഭയങ്കര സ്നേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാട്ടോ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്നെ, ഞാൻ ഇങ്ങനെ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ തന്നെ സംസാരിച്ചാൽ മതിയല്ലോ. അങ്ങനെ ഈ വന്നതിൽ കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലും. അപ്പൊ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ട്? അതായത് ക്യാരക്ടറിന്റെ അല്ലാതെ തന്നെ ഞാൻ എൻ്റെ ഒരു സീനിൽ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതായത് അഭിജിത്ത് ചേട്ടനുമായിട്ട് ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സീൻ ഈ ഇത്രയും എപ്പിസോഡ് പോയതിൽ. ആ സീൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ്, എനിക്ക് അറിഞ്ഞൂടാത്തവരും അല്ലാത്തവരും ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഭവിത തൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫോൺ തല്ലിപ്പൊളിച്ചിട്ട് കഞ്ഞിവെള്ളത്തിലിടുന്നത്. എന്നിട്ട് പുള്ളിക്കാരനെ ചീത്ത വിളിക്കുന്ന ഒരു സംഭവം, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അത് യൂട്യൂബിൽ ഇങ്ങനെ ബബിതയുടെ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടാ ഇപ്പോഴും ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സംഭവം അതെനിക്ക് കുറച്ചും കൂടെ പെർഫോമും കൂടെ ചെയ്യാൻ പറ്റിയൊരു ഇതായിരുന്നു. അപ്പൊ അതില് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പൊ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് സീൻ ഭയങ്കര അടിപൊളിയായി കഴിഞ്ഞാൽ പൊതുവെ ഇങ്ങനെ ഒരു ക്ലാപ്പ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. പറയും നന്നായിട്ട് ചെയ്തു എന്ന് പറയും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്രൂവിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യം അതാ. ഇപ്പോൾ ഞാനും രാഹുലേട്ടനും തമ്മിലുള്ള സീനാണെങ്കിൽ പോലും എന്നെ രാഹുലേട്ടൻ വിളിച്ച് പറയും, കുട്ടാ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പൊ എനിക്ക് ഓക്കെ, അപ്പം ആ ഒരു സംഭവം അടിപൊളി. അപ്പൊ നമുക്ക് ഇനിയും കുറെ കൂടെ ചെയ്യാം എന്നുള്ളൊരു തോട്ട് വരും. അത് എല്ലാവർക്കും ഉണ്ട്. വൈഷു, വേദ, നികിതേശി ആയിരുന്നാൽ പോലും എല്ലാവരും പറയും പരസ്പരം, ചേച്ചി ആ സീൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വീണ്ടും കൂടുക. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടൊന്നും നടക്കത്തില്ല, പറയേണ്ടത് അങ്ങനെ പറയും. ഇപ്പൊ സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് ആണല്ലോ പൊതുവെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പൊ ഓൾറെഡി ഫിലിമിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനിയിപ്പോ ഫിലിം തന്നെയാണോ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ സ്റ്റെപ്പ് ആയിട്ട്? ഫിലിം ആണ് വരുന്നുണ്ടെങ്കിൽ ഫിലിം ചെയ്യും, അത് നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ. അതുപോലെ സീരിയൽ ആണെങ്കിലും നല്ലൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ ചെയ്യും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അപ്പം എന്തായാലും ഇപ്പോഴും മഴതോരും മുൻപേ ആണ് ഒരു നമ്പർ 1 ലിസ്റ്റിൽ കിടക്കുന്നത്. അപ്പൊ ഇനി ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.
ഇഞ്ചി, മൈ മീൽ പാർട്ട്ണർ.